സ്നേഹമുള്ളവരെ, നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന തലശ്ശേരി അതിരൂപതയിലെ ഉദയഗിരി എന്ന ഇടവകയിലാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭാരതത്തെ പിടിച്ചു കുലുക്കിയ സന്ദർഭമായിരുന്നല്ലോ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും വ്യാജ കുറ്റാരോപണം നടത്തി ജയിലിൽ അടച്ച സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ വന്ദന ഫ്രാൻസിസ് ഉദയഗിരി ഇടവകക്കാരിയാണ്. ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. റവറൻ ഫാദർ സേവർ പുത്തമ്പരി അച്ഛൻ വന്ദന ഫ്രാൻസിസിൻ്റെയും പ്രീതി മേരിയെയും സിസ്റ്ററിനെയും അവർ നേരിട്ട് ജയിലിൽ പോയി സന്ദർശിക്കുകയും അവിടുത്തെ വിവരങ്ങൾ വളരെ ഹൃദയഭേദവിധം അവരുടെ ദാരുണ അനുഭവങ്ങളൊക്കെ നേരിട്ട് അറിയുകയും ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ മീഡിയയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സിസ്റ്റേഴ്സ് രണ്ടുപേരും വളരെ ദാരുണമായ വിധത്തിൽ പോലീസിൻ്റെ അറസ്റ്റ്, അതിനു മുമ്പ് തന്നെ ഒരു ജനകീയ വിചാരണ പോലെ അല്ലേ, ഒരിക്കലും സംഭവിക്കാൻ അരുതാത്ത സംഭവങ്ങൾ നടന്ന് പോലീസ് കേസെടുക്കുകയും കള്ളക്കഥകൾ അവരുടെ പേരിൽ ചുമത്തുകയും അങ്ങനെ തുറങ്കിൽ അടയ്ക്കുകയും ചെയ്തു. അച്ഛൻ അവരെ നേരിട്ട് കാണുകയും ആ സന്ദർഭങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതാണ്. അച്ഛൻ അനുഭവിച്ച ആ കാര്യങ്ങൾ, അവിടെ കണ്ട സംഭവങ്ങൾ മീഡിയയ്ക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഉദയഗിരി പള്ളിയിലെ വികാരിയച്ഛൻ സേവറച്ചനാണ്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച 29-ാം തീയതിയാണ് ഇവിടെ നിന്നും സിസ്റ്ററിൻ്റെ 2 സഹോദരന്മാരോടൊപ്പം, അതുപോലെ നമ്മുടെ ഇരിക്കൂർ MLA സജീവ് ജോസഫ് സാറിനോടൊപ്പം ഞങ്ങൾ അങ്ങോട്ട് യാത്രയാകുന്നത്, ഛത്തീസ്ഗഡിന് യാത്രയാകുന്നതും. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ വളരെയേറെ വേദന തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റർ കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇവിടെ വന്ന് രോഗിയെ കിടന്ന പ്രായാധിക്യത്തിൽ വിഷമിക്കുന്ന അമ്മച്ചിയെ കണ്ട് യാത്രയാകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സിസ്റ്റർ കുറച്ച് ദിവസങ്ങളിൽ കൂടി ഇവിടെ നിന്നിരുന്നെങ്കിലെന്ന്. അപ്പോൾ സിസ്റ്ററിൻ്റെ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സ് താൻ ആർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുവോ ആ ആദിവാസി മക്കൾക്ക് വേണ്ടിയിട്ട് സിസ്റ്ററിൻ്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ഈ സംഭവം ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്ററിനെ ഈ രീതിയിലാണ് ഓർത്തത്. അതേക്കാലം അവിടെ ചെന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് റായ്പൂരിലെത്തിയപ്പോൾ പാതിരാത്രി ആയിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. പിറ്റേ ദിവസം സിസ്റ്ററിന് സെഷൻ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്നാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ അതിരാവിലെ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഉള്ള ലോക്കൽ ചാനലുകളും അതുപോലെ കുറേ ജനവും ഞങ്ങളിങ്ങനെ സിസ്റ്ററിൻ്റെ അച്ഛനും അതുപോലെ MLAമാരൊക്കെ വന്നിട്ടുണ്ടെന്ന് എങ്ങനെയോ പുറത്ത് അറിഞ്ഞു. അതുകൊണ്ട് വലിയൊരു ജനാവലി ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പരിസരത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെ വളഞ്ഞു ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നേ? നിങ്ങൾ മതം മാറ്റുന്നവരെ അല്ലെങ്കിൽ കടത്തിക്കൊണ്ട് പോകുന്നവരെ സഹായിക്കാൻ വന്നതാണ് കേരളത്തിൽ നിന്നും. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല, അതൊക്കെ കെട്ടിച്ചമച്ച കേസുകളാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. അപ്പോഴും അവർ അങ്ങ് താല്പര്യം കാണിച്ചില്ല. ഞങ്ങൾ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് രംഗം വഷളാകുന്നതിന് മുമ്പ് ഞങ്ങൾ നേരെ ദുർഗിലേക്ക് പോയി. ദുർഗ് കോടതിയിലാണ്, സെഷൻ കോടതിയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അന്ന് സിസ്റ്റേഴ്സിൻ്റെ വാദം കേൾക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിക്കും, കിട്ടും എന്നുള്ള പ്രത്യാശയോട് കൂടിയാണ് ജയിലിൻ്റെ പരിസരത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഭയാനമായ കാഴ്ചയാണ് കണ്ടത്. കൊലവിളികളും ആർത്തട്ടഹാസവും ഒക്കെ മുഴുക്കിക്കൊണ്ട് ഒരു പറ്റം ആളുകൾ അവർ സിസ്റ്ററിന് ജാമ്യം അനുവദിച്ചില്ല. ആ സന്തോഷത്തിൽ അവിടെയെല്ലാം ഭയങ്കരമായിട്ട് ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവർ ടൗണിലൂടെ ഇങ്ങനെ വിഹരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതിൻ്റെ നടുവിൽ പെട്ടുപോയി. അപ്പോൾ ഞങ്ങളുടെ പരിഭ്രാന്തിയും വെപ്രാളെല്ലാം കണ്ടിട്ട് അവിടെ നിന്നും കുറച്ച് ക്രിസ്ത്യാനി സഹോദരന്മാർ അവർ ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളെ ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ പേടിക്കേണ്ട, നിങ്ങളൊരു പണി ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ ഒരല്പം മുന്നോട്ട് പോയാൽ നമ്മുടെ പോട്ട ഡിവൈന് VC ഫാദേഴ്സിൻ്റെ ഒരു ആശ്രമമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളുക, ഒരു വഴിയെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച വളരെ ഭയാനകമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ സിസ്റ്റർമാർ
ഞങ്ങളോടൊപ്പം അവർ ജയിൽ മോചിതരായി ഞങ്ങളോടൊപ്പം തിരിച്ചു വരും. അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആ ആശ്രമത്തിൻ്റെ ഒരു മൂലയ്ക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആരാണെന്ന് അറിയാമോ? ആ 3 പെൺകുട്ടികൾ, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ. ഏത് അച്ഛാ ഈ സിസ്റ്റർമാർ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന പെൺകുട്ടികൾ അല്ലേ? ഓക്കെ. അവരുടെ വികാരിയച്ഛനാണ് നാരായണപൂരിൽ നിന്നും. അവർ നാരായണപൂർ സ്വദേശികളാണല്ലോ. അവിടെ വികാരിയച്ഛനാണ് അവരെ സിസ്റ്റർമാരോടൊപ്പം, അവിടെയുള്ള വേറെ സിസ്റ്റേഴ്സിനോടൊപ്പം ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നിരുന്നത്. ഇന്ന് നമ്മുടെ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടും, നമുക്ക് അവരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്ന് വീടുകളിലേക്ക് ആ പ്രതീക്ഷ. ഇപ്പം സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് കരയായിരുന്നു. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് സിസ്റ്റർമാർ ജയിലിലായത്. കാരണം ഇവിടെ മാതാപിതാക്കളാണ് പറയുന്നത്, ഞങ്ങളെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ നിർവാഹമില്ല, അത് അവസ്ഥ ഞങ്ങളുടേത്. ഇവരെയൊക്കെ അവിടെ ഇരുമ്പ് ഖനികളിലൊക്കെ പണിയാൻ വിട്ടാൽ രാവിലെ മുതൽ വൈകുന്നേരം വന്നാൽ 10-100 രൂപ കിട്ടും. അതിനേക്കാൾ ഉപരിയായിട്ട് പല ചൂഷണങ്ങളും അതിക്രമങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരെ ഉണ്ടാവാനായിട്ട് ഒരു നിയമമൊന്നുമില്ലാത്ത പ്രദേശമാണല്ലോ അത്. അതുകൊണ്ടാണ് ഞങ്ങൾ സിസ്റ്റേഴ്സിനോട് വന്ന് ഈ കാര്യം കണ്ണുനീരോടുകൂടെ ചോദിച്ചത്. അപ്പോഴാണ് ഈ സിസ്റ്റേഴ്സാണ് ആഗ്രയിലുള്ള അവിടെ ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോയിക്കൊള്ളാം, അത് മാതാപിതാക്കൾ എഴുതി തരണം, നിയമമൊക്കെ അവിടെ ഭയാനകമാണല്ലോ. അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരിയിൽ നിന്നും എഴുതി വാങ്ങിക്കണം. ഇവർ സ്വന്തം ഇഷ്ടത്തോടു കൂടിയാണ് പോകുന്നത്. ഈ റെക്കോർഡ്സ് എല്ലാം ആക്കിയതാണ് അവർ. അതുപോലെ തന്നെ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ 2 പെൺകുട്ടികൾ കുഞ്ഞിലേ മാമോദീസ സ്വീകരിച്ച, അതിലൊരാളാണ് ഒരല്പം വളർന്നതിന് ശേഷം മാമോദീസ സ്വീകരിച്ചു. ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് ആയവരുടെ കൈവശമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന സിസ്റ്റേഴ്സിന് ജയിലിട്ട് ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകും? ഞങ്ങളവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങി പോകുമോ? ഞങ്ങളവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ഉറക്കം കിട്ടുമോ? ഞങ്ങളവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഞങ്ങളെയും സിസ്റ്റേഴ്സിനോട് ഒപ്പം ജയിലിലിടുക, അല്ലെങ്കിൽ ഞങ്ങൾ ആ ജയിലിലെ മുറ്റത്ത് കിടന്ന് മരിച്ചോളാം. അവർ ഞങ്ങളെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് ഓരോ തലതല്ലി കരയുകയാണ്. അപ്പോഴേക്കും അവരുടെ വികാരിച്ചൻ പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി, അങ്ങനെ വണ്ടിയെ കയറ്റി അവർ തിരിച്ചു കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇതൊക്കെല്ലാം നമ്മുടെ ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയായിരുന്നു സമ്മാനിച്ചത്. എന്തൊക്കെയായാലും ഞങ്ങളവിടെ കുറേ നേരം കഴിച്ചു കൂട്ടി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസിച്ചിരുന്ന റായ്പൂർ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോന്നു. അന്ന് അവിടെ ഞങ്ങൾ ചിലവഴിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി. പിറ്റേ ദിവസം ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ള വലിയ പ്രതീക്ഷ. ജപമാല രാത്രിയിലൊക്കെ ഒരുപാട് നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാരൊക്കെ ജയിലിൽ കാണാൻ ചെന്നിട്ട് സമ്മതിച്ചില്ല. പിന്നെ അവരുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു അവർ സമ്മതിക്കുന്നില്ല, ഞാൻ ജയിലിൻ്റെ മുറ്റത്ത് വന്ന് സത്യാഗ്രഹം ഇരിക്കും, അങ്ങനെയൊക്കെയാണ് അവരെ കാണാനായിട്ട് സമ്മതിച്ചത്. അപ്പോൾ ഞാനും ഈ 2 സിസ്റ്റേഴ്സിൻ്റെ 3 ആങ്ങളമാരും ഈ 2 MLA-മാരും ചെന്നാൽ ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയില്ല എന്ന് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞു. ഞാനിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിച്ച്, ദൈവമേ നടക്കുമോ? നമ്മുടെ ലക്ഷ്യം എന്താ? അവരെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുക, അവരെ ധൈര്യം, അവർക്ക് അഭിഷേകം, പരിശുദ്ധാത്മൻ്റെ അഭിഷേകം അവരിൽ നിറയുക. കാരണം വിശുദ്ധരെല്ലാം ഈ വഴിയിലൂടെ നടന്ന് നീങ്ങിയവരാണ്. ഇവർ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളാണ്. അപ്പോൾ അവരെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ മാത്രമാണ് ഞാനിവിടെ നിന്ന് അവരോടൊപ്പം യാത്ര തിരിച്ചത്. അത് നടക്കാതെ വന്നാൽ വലിയൊരു ഉത്കണ്ഠ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് രാവിലെ അങ്ങോട്ട് പുറപ്പെട്ടു, ജയിലിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ കവാടത്തെങ്കിലൊക്കെ ഒത്തിരി ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ചാനലും മാധ്യമങ്ങളെല്ലാം ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്, ഞങ്ങൾ വരുന്ന വിവരം അറിഞ്ഞുകൊണ്ട്. അവരൊക്കെ ഞങ്ങളോട് കുറേ ചോദിച്ചു, ഇതുപോലെ തന്നെ മതം മാറ്റക്കാരെ രക്ഷിക്കാൻ വന്നതാണോ, മനുഷ്യക്കടത്ത് നടത്തുന്നവരെ കേരളത്തിൽ നിങ്ങൾ രക്ഷിക്കാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം തമ്പുരാന് സമർപ്പിച്ച് എന്തൊക്കെയായാലും വളരെ തമ്പുരാൻ്റെ ഇടപെടൽ അവിടെ കാണുകയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഞങ്ങൾക്ക് 7 പേർക്ക്, അത് 2 MLA മാർ, ഈ 2 സിസ്റ്റേഴ്സിൻ്റെ 3 സഹോദരന്മാർ 5, ഞാനൊന്ന് 6, പിന്നെ സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെ അനീത്തി അവിടെ നാരായണപൂർ സിസ്റ്ററാണ്. സിസ്റ്ററൊക്കെ വന്നിരിക്കുന്നത്, ഞാനൊന്നും ലോവ ഉടുപ്പിട്ടല്ല, ഞാൻ പാൻറ്റി ഷർട്ടുമാണ്. അതവർക്ക് കണ്ടാൽ ഭയങ്കര അലർജി. അതുപോലെ സിസ്റ്റർ വന്നതും ചുരിദാറൊക്കെ ധരിച്ചുകൊണ്ടാണ്. അത്രയും ഒരു ഭയാനക അന്തരീക്ഷം. ഞങ്ങൾ ജയിലിലേക്ക് അവർ പേര് വിളിച്ച് രാവിലെ അപേക്ഷ വെച്ചായിരുന്നു. അതൊക്കെ ദൈവിക ഇടപെടലാണ്. തലേദിവസം MP മാരെ തടഞ്ഞ ആ അന്തരീക്ഷത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്രമാത്രം അനുകൂലമായൊരു അന്തരീക്ഷം ദൈവം ഉണ്ടാക്കി തന്നത്. അകത്ത് കയറി ഞങ്ങളവിടെയൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവർ ഉള്ളിൽ നിന്നും കൊണ്ടുവന്നു. അവർ കണ്ടപ്പോൾ തന്നെ മുഖമൊക്കെ മ്ലാനമായിരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ അവരെ കഴുത്തിൽ കുരിശോ മാലയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പെട്ടെന്ന് വസ്ത്രം ധരിച്ച് വന്നതുപോലെ നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചു. ഇവർ അപ്പോഴത്തെ ആ അവസ്ഥ, ആ രംഗം എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആങ്ങളമാരെ കണ്ടപ്പോൾ 2 സിസ്റ്റേഴ്സും കൂടി പെങ്ങന്മാരെ കണ്ടപ്പോൾ അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം ആങ്ങളമാർക്കറിയാം അവർ നിരപരാധികൾ, അവരും നിരപരാധികൾ. ഞങ്ങളുടെ MLA മാരുടെയും എൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകി ഇറങ്ങി ഈ കാഴ്ച കണ്ട്. അപ്പോൾ ഈ കരച്ചിൽ കുറച്ച് തുടർന്നോട്ടെ എന്ന് ഞങ്ങളവിടെ അനങ്ങാതിരുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ചോദിച്ചു, എന്താ അച്ഛാ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതായത് ഈ കുട്ടികളും ഇവരുടെ മാതാപിതാക്കളും ഞങ്ങളോട് ആഗ്രയിലുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ജോലി തരാമോ, ഞങ്ങളിവിടെ സുരക്ഷിതരല്ല, ഞങ്ങളെപ്പോൾ വേണമെങ്കിലും എന്തും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം, ഞങ്ങളുടെ ഭാവി തകർന്നു, അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളൊക്കെ നിരന്തരം സിസ്റ്റേഴ്സിനെ വിളിച്ച് ചോദിച്ച്. അതുപോലെ ഞങ്ങളുടെ കൂട്ടുകാരി ആഗ്രയിൽ ഒരാളുണ്ട്, അവളുടെയും കൂടി സിസ്റ്റേഴ്സിനോടുള്ള റിക്വസ്റ്റ് കൊടുത്തത് കൊണ്ടും കൂടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സുവർണാവസരം കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ ഈ കുട്ടികൾ ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ കരഞ്ഞതല്ല, ഇവരെ പോലീസ് വലിച്ചഴിച്ച് കൊണ്ടുപോയി മിണ്ടിയാൽ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റേഴ്സിനെ ഒരു വാ തുറക്കാൻ സമ്മതിച്ചില്ല. അതേസമയം അതിലുണ്ടായിരുന്ന ആഗ്രയിലുള്ള ആ ഒരു പെൺകുട്ടിയുടെ ആങ്ങളെയാണ് ഇവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവൻ ഇതൊക്കെ കാര്യങ്ങൾ അവനെ അടിച്ച് തളർന്ന് വീഴുന്ന രീതിയിൽ അവനെ അടിച്ച് ദേഹോപദ്രവം അത്രമാത്രം ഏൽപ്പിച്ചു. പെൺകുട്ടികളോട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം, അതിനെതിരായിട്ട് ഒരു വാക്ക് നിങ്ങൾ ഉരുവിട്ടാൽ നിങ്ങളെ റേപ്പ് ചെയ്യും, നിങ്ങളെ കത്തിക്കും, നിങ്ങളെ കൊല്ലും. അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ച് വിറച്ച് അവർ പറഞ്ഞതുപോലെ. ഞങ്ങളിൽ ഒരാൾ പറഞ്ഞത്, നമ്മളൊക്കെ TV കണ്ട കാര്യങ്ങളാണല്ലോ, നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട കാര്യമാണല്ലോ. സിസ്റ്റേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവർ ഞങ്ങളോട് പറഞ്ഞു, അച്ഛാ സങ്കടമില്ല അച്ഛാ, ഇവിടെ ഒരുപാട് നിരപരാധികൾ ഞങ്ങളോടൊപ്പം കിടക്കുന്നു, 10-60-ലേറെ അവിടെ ആളുകൾ ഉണ്ട്, ആ ജയിലിലുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം നിരപരാധികളാണ്. ആരെങ്കിലുമൊക്കെ ചെയ്ത കുറ്റങ്ങൾ ഇവരുടെ തലയിൽ കെട്ടിവെച്ച് ഇവരെ അതിനകത്ത് കൊണ്ടുവന്നിട്ടിരിക്കുക. ഈ പാവങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ണുനീരൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈശോയ്ക്ക് പുറത്ത് സാക്ഷ്യമേന്നു അതിനേക്കാൾ വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങൾ അകത്ത് ഈ കർത്താവിനെ എന്തോരം പേരെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇത്രയേറെ പേർ കണ്ണീർ തുടക്കുക. അവരിപ്പോൾ ഞങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ ഞങ്ങളോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സങ്കടമില്ല വെച്ചാ, കാരണം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം ബലിയർപ്പിച്ചത്. അതിനുശേഷം അപ്പോൾ പിന്നെ ഞാൻ കണ്ട വേറെ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ജയിൽ അധികൃതർ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഓഫീസേഴ്സ് ഞങ്ങളിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരോട് എനിക്ക് അറിയാവുന്ന ഹിന്ദിയൊക്കെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ സഹോദരി വീട്ടിൽ വന്നു പോയത്, അമ്മയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാം മിഷനിലാണ്, അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം, അമ്മച്ചിയെ ദൈവം കാത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോന്ന. അപ്പോൾ ഇതൊക്കെയാണല്ലോ തിരിച്ച് കിട്ടിയതെന്ന് ഞാൻ വേദനയോട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫാദറെ ഞങ്ങൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ. എനിക്ക് ആ ഓഫീസേഴ്സിൻ്റെ ആ ജെൻറ്റലായിട്ടുള്ള പെരുമാറ്റം ഭയങ്കര, എനിക്ക് ഇന്നും അവരോട് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുകയാണ്.
അവർ പറഞ്ഞു, ഫാദറെ കോടതിയിലുള്ള കേസല്ല, ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞങ്ങൾ ഫാദറിന് ഉറപ്പ് തരാം, അതായത് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ അത്രയും നോക്കി സ്നേഹത്തോടെ അവരെ നോക്കിക്കൊള്ളാം. ഇപ്പം ഞങ്ങളുടെയും കൂടി സഹോദരിമാരാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെ അപ്പോൾ ഈ ആങ്ങളമാരുടെ കരച്ചിൽ നിർത്താതെ വന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് ഇവരെ നോക്കി ഇവരെന്ത് സന്തോഷത്തോടെ അകത്തുനിന്ന് ഇറങ്ങി വന്നത്, നിങ്ങൾ വന്ന് ഇവരെ വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കരച്ചിൽ നിർത്തി. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം. ആ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് അവർ രണ്ടുപേരും തലയിൽ കരങ്ങൾ വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒരു പൊന്തുക്കുസ്ത അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആത്മാവിനെ നിറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തോടുകൂടെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തു വരും, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ആ വാചനമൊക്കെ ആ വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് സന്തോഷത്തോടുകൂടെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. തിരിച്ച് പോന്നതിന് ശേഷം ഈ ആ സമയത്ത് ഒരു കാര്യം ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുന്നത്, നമുക്കൊരു നല്ലൊരു ജഡ്ജിനെ കിട്ടി എന്നുള്ളതാണ്. നല്ല ജഡ്ജിനെ കിട്ടാനായിട്ടുള്ള കാരണം നമ്മുടെ റോജി ജോൺ MLAയും നമ്മുടെ സജി ജോസഫ് MLAയും കൂടി നന്നായിട്ട് ഇടപെട്ടത് കൊണ്ടാണ്. പ്രത്യേകിച്ച് റോജി ജോൺ MLA, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് നമ്മുടെ ജസ്റ്റിസ്, സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്. അദ്ദേഹത്തെ ഉടനെ ഫോണിലൂടെ ബന്ധപ്പെട്ടു. അദ്ദേഹം നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ന സമയത്ത് ഛത്തീസ്ഗഡിലെ അറ്റോർണി ജനറൽ, അതായത് വക്കീലന്മാരുടെ തലപ്പത്തിരിക്കുന്ന ആൾ, അവർ പരിചയക്കാരാണ്. ജസ്റ്റിസ് കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം കേസ് ഏറ്റെടുത്തു. അങ്ങനെ സഭാധികാരികളൊക്കെ അതിന് സഹകരിക്കാൻ ഇവരുടെ പ്രൊവിൻഷ്യലും ജനറലും സിസ്റ്റർമാരുടെ, അതുപോലെ തന്നെ റായ്പൂർ ബിഷപ്പും ഒക്കെ അതിന് സഹകരിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് പിറ്റേ ദിവസം നമ്മൾ ഈ കേസ് നമ്മുടെ ഈ അമൃതദാസ് എന്ന പേരുള്ള പുതിയ വക്കീൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞ ആ കേസ് വാദിക്കുകയും നമുക്ക് ജാമ്യം കിട്ടുകയും ചെയ്തത്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ റായ്പൂർ ആർച്ച് ബിഷപ്സിൽ അവിടുത്തെ ബിഷപ്പിനെ സന്ദർശിക്കാൻ പോയപ്പോൾ പിതാവ് പറഞ്ഞു, ഇത് കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളായതുകൊണ്ടല്ലേ നിങ്ങൾ കേരളത്തിലുള്ള MPമാരും MLAമാരും ഈ ജനമൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളിവിടെ എന്ത് ഭീതിയോടുകൂടി ജീവിക്കുന്നതെന്ന് അറിയാമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ ചുമ്മാ കുറ്റങ്ങൾ ആരോപിക്കുകയും ആവശ്യമില്ലാതെ ജയിലിൽ അടയ്ക്കുകയും, അവിടെ നിന്ന് ഒരു വൈദ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ അച്ഛൻ 7 മാസം വെറുതെ അതിലൂടെ പോയ അച്ഛന് വെറുതെ കുറ്റം ആരോപിച്ച്, പോക്സോ കുറ്റമൊക്കെ ആരോപിച്ച് അച്ഛൻ 7 മാസം ജയിലിലായിരുന്നു, ഇറങ്ങി വന്നുള്ളൂ. അതുപോലെ ഞങ്ങളുടെ ഈ ജയിലുകളിൽ ഇങ്ങനെയുള്ളവരൊക്കെ നിരപരാധികളായ ഒരുപാട് ക്രിസ്ത്യാനികൾ കിടക്കുന്നുണ്ട്. ആരോട് ചോദിക്കാൻ? നിയമം എല്ലാം ആവശ്യാനുസരണം വളച്ചൊടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ബിഷപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ആശങ്ക സിസ്റ്റേഴ്സിനെ കുറിച്ച്, എന്ത് ഭയാനകമായൊരു കുറ്റങ്ങൾ അവരുടെ മേൽ ചുമത്തി NIയിലേക്ക് റെഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് കൊടും ഭീകരവാദികളെയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, അതായത് മനുഷ്യക്കടത്ത്, അതൊക്കെ ഭയാനകമായ കുറ്റങ്ങളാണ്. ഇതെല്ലാം കുറ്റങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ടാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്തുമാത്രം ആയുസ്സുണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് 2 പേരും ആത്മീയ ചാനലാണിത്, എനിക്ക് നിങ്ങളോട് ഒരുപാട് ജനം പ്രാർത്ഥിക്കണം. കാരണം കള്ളക്കേസ്, കെട്ടിച്ചമച്ച നുണ, ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഈ പാവപ്പെട്ട മക്കളെ നിങ്ങളൊക്കെ ചാനലുകളിലൊക്കെ കണ്ട് എന്ത് മൃഗീയമായിട്ട് അവിടെ പീഡനം ഏൽക്കേണ്ടി വന്നു. എന്നിട്ട് ഈ പാവങ്ങൾ കേസ് കൊടുത്തിട്ട് ആ കേസ് സ്വീകരിക്കാനായിട്ട് ഇത് ലോകം മുഴുവൻ കണ്ട ഇവരെ ആക്രമിക്കപ്പെടുന്നത് ചെയ്യാത്ത തെറ്റിന്. അപ്പം അതിന് ഇവരെ ഈ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെതിരെ കേസ് കൊടുത്തിട്ട് അത് പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്ത്രീ 18 കേസുകളിൽ പ്രതിയാണ്, അതിന് നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീയും. അപ്പോൾ കേസ് തന്നെ അതിലൂടെ വിലസുന്നുണ്ട്. പക്ഷേ പോലീസ് കൊടുക്കുന്ന റിപ്ലൈ, അന്വേഷണ റിപ്പോർട്ട്
പ്രതി ഒളിവിലാണെന്നാണ്. അവരെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് തോന്നുന്ന പോലെ, അതുകൊണ്ടാണ് ഇവർ ഇത്ര ധൈര്യത്തോടു കൂടെ ഈ കൊടും ക്രൂരത ഇങ്ങനെ ചെയ്ത് അതിലിങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയാനകമാണ് അവിടുത്തെ അവസ്ഥ. ഒരു ജാമ്യം കിട്ടി, ഇത് നമുക്ക് ഉള്ളതൊന്ന് സന്തോഷിക്കാൻ ഒന്നും അങ്ങ് മനസ്സനുവദിക്കുന്നില്ല. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. സ്നേഹമുള്ളവരെ, ഈ ക്രൈസ്തവ മിഷണറിമാർ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സ്വന്തം അമ്മ മരണത്തോട് മല്ലടിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ ആ അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് ഉപരിയായിട്ട് എൻ്റെ മക്കൾ അവിടെയാണെന്ന് പറഞ്ഞു പോയ ആ ഒരു മകളായ ഒരു കന്യാസ്ത്രീ, അതാണ് ക്രിസ്തീയ സാക്ഷ്യം. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ഈ സുവിശേഷം, ഈ രക്ഷയുടെ സദ്വാർത്ത അറിയിക്കുക. അവർ ചെയ്ത തെറ്റെന്താണ്? 3 കുടുംബത്തിന് ഉപജീവനത്തിനുള്ള മാർഗം കാണിച്ചു കൊടുത്ത് മനുഷ്യത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ഇതാണ് ക്രൈസ്തവർ ചെയ്യുന്നത്. ഇല്ല അച്ഛാ, ശരിക്കും പറഞ്ഞാൽ അവര് ഒരുപക്ഷെ ഏറ്റവും മൃഗീയമായി സമൂഹത്തിൽ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ ഒരു ജനസമൂഹത്തെ, ആ ഒരു 3 കുടുംബത്തെ, അതുപോലെ എത്രയോ കുടുംബങ്ങളെ ഇവർ സംരക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം, അത് അച്ഛൻ സൂചിപ്പിച്ചത് തന്നെ വളരെ ഭയാനകമാണ്. ഒരിക്കലും ഒരു ജാമ്യം പോലും കിട്ടാൻ പറ്റാത്ത വ്യവസ്ഥകൾ, മനുഷ്യക്കടത്ത് എന്താണ്, എവിടെ, പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭ, ആ മിഷണറിമാര്, സന്യസ്തര് എവിടെയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ നിയമാനുസൃതമല്ലാതെ എവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ കാലത്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ ഇതുപോലെയുള്ള കള്ളക്കഥകൾ, കള്ളക്കുറ്റങ്ങൾ ആരോപിച്ച് മനുഷ്യനെ തുറങ്കലടച്ച് അതിന് ആനന്ദം കൊള്ളുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു. ക്രിമിനലുകൾ അവർ യാതൊരു സങ്കോചവുമില്ലാതെ നിർലോഭം വിരസുന്നു. പക്ഷെ അവരെ കണ്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞായിരുന്നു മനസ്സിലാക്കുന്നത്, അവരെ പോലീസിന് കണ്ടു കിട്ടിയിട്ടില്ല. പക്ഷേ അവർ സമൂഹത്തിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് വിരാജിക്കുമ്പോൾ ഇവർക്കെതിരെ ന്യായമായ ഒരു കുറ്റത്തിനൊരു കേസ് പോലും എടുക്കാൻ സാധിക്കാത്ത ഒരു നിയമസംഹിത ഇത് നമ്മുടെ ഭാരതത്തിലുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. അച്ഛൻ ഇതോട് കൂട്ടിച്ചേർത്ത് അച്ഛൻ എന്താണ് പറയാനുള്ളത് ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത്, തമ്പുരാനെ നിൻ്റെ കരങ്ങളിലേക്ക് ഈ മക്കളെ ജീവിതങ്ങളെ, ഇവരുടെ മാത്രമല്ല, നിനക്ക് നിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒത്തിരി മക്കൾ അവിടെയുണ്ട്. അവർക്ക് നീ എന്നും കൂട്ടായിട്ടുണ്ടാകണമേ, സഹനശക്തി കൊടുക്കണമേ, ഇവരെ നീ ആശ്വസിപ്പിക്കണമേ. വേദനകളുടെ സമയത്ത് മനസ്സിലാക്കാനും സ്നേഹിക്കാനും തിരിച്ചറിയാനും ആ ജയിലധികൃതർ തിരിച്ചറിഞ്ഞു. എനിക്കത് അവരൊരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ഇവരുടെ കണ്ണുനീരും വേദനകളൊക്കെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ്, ഈ അഭിഷേകം ഇവരെ പീഡിപ്പിക്കുന്നവരെയും ഇവരെ നിന്ദിക്കുക, അവമാനിക്കുക, ഇവരുടെ മേൽ ഈ കള്ള കഥകളും നുണകളെല്ലാം എഴുതി ചേർത്ത് ഇവരെ ജയിലടിക്കാൻ, ഇവരെ മൃഗീയമായിട്ട് കൊല്ലാനായിട്ട് ആക്രോശിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും യാചനയും തമ്പുരാനോട്. അച്ഛാ, ഒരു കാര്യം കൂടെ അച്ഛനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് സന്യാസിമാർക്ക് ജാമ്യം കിട്ടി, ശരിയാണ്. പക്ഷെ അവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന ഈ ഭീകരമായ കുറ്റം മനുഷ്യക്കടത്തും മതപരിവർത്തനവും. ഈ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ഭയാനകമായ ഒരു വകുപ്പ് തന്നെയാണ്, കുറ്റകൃത്യം തന്നെയാണ് 143. അപ്പോൾ തീർച്ചയായിട്ടും ജാമ്യം കിട്ടിയപ്പോൾ അവർ ഇതിൽ കുറ്റവിമുക്തരായിട്ടില്ലല്ലോ. എന്താണ് അച്ഛാ ഇനി അച്ഛന് അതിനെക്കുറിച്ച്, ആ ഒരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? നോക്കൂ, ഇവരുടെ കേസ് സെഷൻ കോടതി റെഫർ ചെയ്തിരിക്കുന്നത് എങ്ങോട്ട്? NIA കോടതിയിലേക്കാണ്. NIA കോടതിയിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും രക്ഷപ്പെടരുത്. ഇവർ ജയിലിൽ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ഈ അവസ്ഥയിലാണ്, ഈ കോടതിയിൽ നിന്നാണ് ഇവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ജാമ്യത്തിൻ്റെ ആ സ്വഭാവം നിങ്ങളൊന്ന് നോക്കൂ. അതായത് ഇവർ ഒരു പത്രമാധ്യമ ഇതിൻ്റെ ഒന്നും ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, ഒരു അഭിപ്രായം ആരോടും പറയാൻ പാടില്ല, അവരുടെ ചങ്കിൽ കിടക്കുന്ന വേദന പോലും പരസ്യമായിട്ട് ആരോടും പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം. അതുപോലെ തന്നെ ഇവരുടെ ജീവിതം അത്ര സുരക്ഷിതമല്ലാത്ത
ഈ സ്റ്റേഷനുകളും ഒക്കെ കയറി നടക്കുമ്പോൾ സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥ എപ്പോൾ വേണമെങ്കിലും വിളിച്ചു വരുത്താം. ഇവിടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യിപ്പിച്ചു. ഇതാ ഞാൻ പറഞ്ഞ ഒരു ഭയാനമായ ഒരു ക്രൂരമായ കുറ്റങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന കോടതിയിലേക്കാണ് മനഃപൂർവ്വം ഇവരെ സെഷൻ കോടതിയിൽ അയച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ നമ്മളുടെ കോടതിയിലും അതുപോലെ നമ്മുടെ പൊതുസ്ഥാപനങ്ങളെല്ലാം ഗാന്ധിജിയുടെ പ്രതിമ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എന്താ താഴെ എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയത എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഒരുപാട് മൂല്യങ്ങൾ വിളിച്ചോതുന്ന സൂക്തങ്ങളുണ്ട്. അതിൽ ഒരു സൂക്തമാണ്, ആ സൂക്തം ഇതാണ്: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അപ്പോൾ ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥന ഇതാണ്: ഈ നിരപരാധികളായ ഈ മക്കളെ തമ്പുരാനെ നമ്മുടെയൊക്കെ ഭാരത സംഹിത പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് രക്ഷിക്കണേ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഇവർക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ളത്. എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഇവരെ ദൈവിക ഇടപെടലുകളിലൂടെ രക്ഷിക്കണം. ഇവരുടെ മേലെ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കള്ളക്കേസുകളും എല്ലാം ദൈവകൃപയാൽ മായ്ച്ചു കളയാൻ ദൈവമേ കൃപ ചെയ്യണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു അച്ഛാ. ഇതിനെക്കുറിച്ച് മീഡിയയ്ക്ക് അച്ഛൻ്റെ ആ ഹൃദയത്തിൽ തുടങ്ങിയ വാക്കുകളും അച്ഛൻ്റെ പ്രതീക്ഷകളും ഒക്കെ പങ്കുവച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും കർത്താവായ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.